ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ട വഴി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കിഴക്കേക്കോട്ട ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് വരുന്ന റോഡാണ്. ഇത് വന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം മണക്കാട് ജംഗ്ഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടുന്നത്. ആ ബസ് പോകുന്ന വഴി ഇത് മണക്കാട് ജംഗ്ഷനാണ്. അപ്പം നമ്മൾ വരുന്നത് കിഴക്കേക്കോട്ടയിൽ നിന്ന് വരുമ്പോൾ ഈ ജംഗ്ഷനിൽ മണക്കാട് ജംഗ്ഷനിൽ വന്നതിന് ശേഷം ലെഫ്റ്റിലോട്ടുള്ള വഴി, ഈ വഴി സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കാണ്. അതുകൊണ്ട് ആറ്റുകാൽ ക്ഷേത്രം വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ആർച്ചിൻ്റെ ആ ഭാഗത്ത് നിന്നും ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ക്ഷേത്രത്തിനടുത്താണ്. ആ കാർ അങ്ങോട്ട് പോകുന്നല്ലോ, അതുവഴിയാണ് മണക്കാടിൽ നിന്ന് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ആ റൈറ്റിലോട്ടാണ് കാർ പാർക്കിംഗ്. ഈ ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം. ഇതാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം. നമ്മൾ മണക്കാട് നിന്ന് വരുന്ന വഴി ഇതാണ്. ഇവിടെ നിന്ന് ഇനി റൈറ്റിലോട്ട് ഈ ഗേറ്റ് വേ ഇതുവഴിയാണ് കാർ പാർക്കിംഗ് പോകുന്ന സ്ഥലം. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് ആ വരുന്ന വഴി അവിടെ നിന്നിട്ട് ലെഫ്റ്റിലോട്ടാണ് കാർ പാർക്കിംഗ്. കണ്ടോ, ഈ റോഡാണ് കാർ പാർക്കിങ്ങിൻ്റെത്. ഇതിൻ്റെ ഇവിടെ ഒത്തിരി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കാറും ബൈക്കും ഓട്ടോ എന്ത് വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള അതിവിശാലമായിട്ടൊരു സ്പേസ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ കാർ പാർക്കിങ്ങിൻ്റെ ഓപ്പോസിറ്റ് വഴിയും ക്ഷേത്രത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കും. ഇത് ഈ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഇതുവഴി നേരെ പോകുന്നതും ക്ഷേത്രത്തിനകത്തേക്കാണ്. പിന്നെ കാർ പാർക്കിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ബസ് സ്റ്റാൻഡുണ്ട്. അതായത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ബസ് സ്റ്റാൻഡാണ് ഈ വരുന്നത്. ഇവിടെ നിന്ന് എല്ലാ ബസ് റൂട്ടിലേക്കും നമുക്ക് ബസ് കയറി പോകാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും കിഴക്കേക്കോട്ട തമ്പാനൂർ ഭാഗത്തേക്കെല്ലാം ഇവിടെ നിന്ന് എപ്പോഴും ബസ് സർവീസും ലഭിക്കുന്നതാണ്. തിരികെ പോകുമ്പോൾ മണക്കാട് വഴി പോകുമ്പോൾ വളരെയധികം ട്രാഫിക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ പാർക്കിങ്ങിൻ്റെ ഈ സൈഡിൽ കൂടെ കിടക്കുന്ന റോഡ് വഴി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗേറ്റിൻ്റെ അടുത്തെത്തും. ഈ റോഡ് വഴി സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ PRS ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്താം. അതുവഴി ഈസ്റ്റ് ഫോർട്ട്, തമ്പാനൂർ അങ്ങനെ ഭാഗത്തേക്ക് പോകാനും സാധിക്കും. ആ റോഡ് വന്ന് കയറുന്ന ഇവിടെയാണ്, ഈ ജംഗ്ഷൻ ചിറമുക്ക് എന്നാണ് ഈ ജംഗ്ഷന് പറയുന്ന പേര്. ഇവിടുന്ന് സ്ട്രെയിറ്റോട്ട് പോകുന്നത് PRS പോകുന്ന റോഡാണ്. ഈ റോഡ് വഴിയും അത് നമുക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് കഴിയും. പക്ഷേ ഈ ചിറമുക്ക് ജംഗ്ഷനിൽ വരുമ്പോഴേക്കും ഇവിടെ വൺ വേ ആണ്. കണ്ടോ, അവിടെ പോലീസ് അതുവഴി കടത്തി വിടത്തില്ല. അവിടെ കാറിന് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഈ റൗണ്ട് ചുറ്റി ഈ റൗണ്ടിൻ്റെ അപ്പുറത്തൂടി ഒരു റോഡുണ്ട്. അതുകൊണ്ട് ഈ വാഹനങ്ങളൊക്കെ പോകുന്നത് കണ്ടോ. ഇത് ഈ റോഡ് വഴി അങ്ങനെ കറങ്ങി വേണമെങ്കിലും നമുക്ക് അമ്പലത്തിൽ പോകാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടുന്നത് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി നടന്നു പോകേണ്ടതായിട്ട് വരും. പക്ഷേ ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഒന്നുമില്ല. അത് റോഡിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ പോലീസ് എപ്പോഴും അതിനെ അനുവദിക്കുന്നില്ല, കാരണം ട്രാഫിക് ബ്ലോക്ക് ആവുന്നത് കാരണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3/4 കിലോമീറ്ററോളം നടക്കാനായിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കറങ്ങി പോകേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ.